തീർച്ചയായിട്ടും പാലക്കാട് നിയോജക മണ്ഡലമാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും എനിക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ ആർക്കും അറിയില്ല. അതാണ്, പാലക്കാടിൽ മാത്രമുള്ളവർക്കല്ലേ അറിയുള്ളൂ. അതാണ്, ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പാർട്ടി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാലക്കാട് നിയോജക മണ്ഡലം ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. BJP നേതാവും മുൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണുമായ പ്രമിള ശശിധരനാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളൊക്കെ സജീവമായി വരുന്നു. ഇപ്പോൾ നിങ്ങളുടെ പേരാണ് പാലക്കാട് മണ്ഡലത്തിൽ കാര്യമായി കേൾക്കുന്നത്. എനിക്കറിയില്ല, നിങ്ങൾ കേട്ടമാതിരി ഞാനും കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല എനിക്ക്. ഒഫീഷ്യലി ഒന്നും അറിയിപ്പൊന്നും വന്നിട്ടുണ്ടാവില്ല, അതിന് സമയമാവുന്നേ ഉള്ളൂ. അതെ, സമയമാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ RSSൻ്റെ വലിയൊരു പിന്തുണ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് പിന്നെ അത് കൂടി കുറച്ച് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. RSSൻ്റെ പിന്തുണ എന്തായാലും ഉണ്ടാവും. കുറച്ചുകൂടി പാലക്കാട് തന്നെ കിട്ടാൻ ചാൻസ് കൂട്ടുന്നുണ്ട്. ഞാനങ്ങനെ നിയമസഭാ ഇലക്ഷന് നിൽക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥിത്വം തരികയാണെങ്കിൽ പാർട്ടിയും സംഘവും കൂടെ തീരുമാനിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മത്സരിക്കാൻ തയ്യാറാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ജില്ലയിൽ 12 മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ പാലക്കാട് മലമ്പുഴ അല്ലാത്ത ഏതെങ്കിലും ഒരു വിജയസാധ്യത കുറഞ്ഞൊരു മണ്ഡലത്തിലാണെങ്കിൽ മത്സരിക്കാൻ സന്നദ്ധമാണോ? പാലക്കാട് നഗരസഭയുടെ ഒരു അധ്യക്ഷയായിട്ട് 7 കൊല്ലം ഇരുന്നൊരു വ്യക്തി, പിന്നെ 25 കൊല്ലം കൗൺസിലറായിരുന്നു. ഞാൻ 15 കൊല്ലം കൗൺസിലറും 3 കൊല്ലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ 7 കൊല്ലം ചെയർമാനുമായിരുന്നു. അപ്പോൾ പാലക്കാടൻ ഈ നിയോജക മണ്ഡലത്തിലാണ് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പാർട്ടി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാലക്കാട് നിയോജക മണ്ഡലം ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. പാലക്കാട് നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും ഉള്ള ആളുകൾക്ക് അങ്ങനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതെ. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 25 വർഷം ഒരുപാട് ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ജനങ്ങളുടെ സ്നേഹം കൈപ്പറ്റി അറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇത് കൂടാതെ സുരേന്ദ്രൻ്റെ, ഉണ്ണി മുകുന്ദൻ്റെ, മേജർ രവിയുടെ ഒക്കെ അങ്ങനെ പല പേരുകളും കേൾക്കുന്നുണ്ട്. അത് ഞാനും കേൾക്കുന്നുണ്ട്. എല്ലാവരുടെ പേരും വരുന്നുണ്ട്. അതായത് അവസാന തീരുമാനം എന്താണെന്ന് അറിയില്ലല്ലോ, അത് പാർട്ടിയുടെ തീരുമാനമല്ലേ. അതാണ്. ഇത്തവണ ഈ നഗരസഭയിലേക്ക് ഇല്ല എന്ന് സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിയമസഭയിൽ അങ്ങനെ ഒരു ഷുവർ സീറ്റ് അങ്ങനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ? അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ സത്യം പറഞ്ഞാൽ. ഞാൻ 25 വർഷമായിട്ട് നിന്നതാണ്. കഴിഞ്ഞ ടേമിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ചെയർമാൻ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംവരണം വനിതയാണെന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയും സംഘവും കൂടെ എന്നോട് നിർബന്ധിച്ചിട്ടാണ് എന്നെ നിർത്തിയത്. പിന്നെ ഞാൻ വീണ്ടും 2024 വീണ്ടും ചെയർപേഴ്സണായിട്ട് നിന്നു. അങ്ങനെയാണ് 7 വർഷം എനിക്ക് ചെയർമാനാവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും പാലക്കാട് നിയോജക മണ്ഡലമാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും എനിക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ ആർക്കും അറിയില്ല. അതാണ്, പാലക്കാടിൽ മാത്രമുള്ളവർക്കല്ലേ അറിയുള്ളൂ. അതാണ്. എന്തായാലും ആരാകും പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്നതാണ്. കാരണം ഈ കുറച്ച് കാലങ്ങളായി BJP 2ാം സ്ഥാനത്തുള്ള അവരുടെ A ക്ലാസ് മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്നുള്ളത്. പാലക്കാട് നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരും ഉള്ളത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇജ്മൽ, മീഡിയ 1 പാലക്കാട്.